നമസ്കാരം. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒരു ഞായറാഴ്ച ദിവസം കിട്ടിയപ്പോൾ ഞങ്ങള് കുറച്ച് അമ്പലങ്ങൾ ഒക്കെ ആയിട്ട് തൊഴുത് അങ്ങനെ ഇറങ്ങി. അപ്പോ ഇന്ന് ഒരു ടോപ്പിക്കിന് പറ്റിയ ഒരു ദിവസമാണ് വീഡിയോ ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ തൊടുപുഴ അടുത്തുള്ള കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ പോയി കഴിഞ്ഞ് നമ്മുടെ പതിവ് സ്ഥലം തന്നെ വന്നതാണ്. നേരത്തെ ഇവിടെ നിന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും, കുറേ സിനിമകളുടെയൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. പക്ഷെ പഴയ ഭംഗിയൊന്നും ഇന്ന് വന്നപ്പോൾ തോന്നിയിട്ടില്ല. തൊട്ടടുത്ത് തന്നെ കാണിച്ചു തരാം കേട്ടോ. അവിടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോയതിന്റെ മുഴുവനും അവിടെ മുഴുവൻ ആ സ്ഥലം നശിപ്പിച്ചിട്ടേക്കാന്ന് പറയാം. ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ ഭാഗം മുഴുവനും അതിന്റെ ആ പഴയ മുഖച്ഛായ തന്നെ അങ്ങ് മാറിപ്പോയിരിക്കണം. അപ്പൊ നമ്മുടെ ടോപ്പിക് അതൊന്നും അല്ല. കഴിഞ്ഞ ദിവസം ഇങ്ങനെ എൻ്റെ അടുത്ത് പേഴ്സണൽ ആയിട്ട് ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ഷേത്രങ്ങളെ കുറിച്ചും. നമ്മൾ ക്ഷേത്രത്തിൽ പോയി എങ്ങനെയാണ് ദർശനം നടത്തേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ശരിക്കും ക്ഷേത്രങ്ങൾ എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെയുള്ളത് ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ വഴിപാട് കഴിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ളത്. അങ്ങനെ കാര്യമായിട്ട് വഴിപാടിനൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം പലപ്പോഴും ആരാധനാലയങ്ങൾ വഴിപാട് കേന്ദ്രങ്ങളായി മാറുന്ന ഒരു രീതി കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം ശബരിമല ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിച്ചത്. അത്രയൊന്നും വലിയ കാര്യങ്ങളൊന്നും എടുക്കാൻ തക്കവണ്ണമുള്ള ഒരാളൊന്നും അല്ല ഞാനെന്നുള്ളത് കൊണ്ടും ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല, അല്ലെങ്കിൽ അതിന് കാര്യമായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുക്കാറില്ലാത്തതിനാലും എനിക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ട് പറയാൻ പറ്റില്ല. മാത്രമല്ല, ഇതൊക്കെ ഓരോ ആളുകളുടെയും എന്താ പറയുക, അവരുടെ ഒരു വിശ്വാസമാണ് അല്ലെ. ഓരോ മതത്തിനും അതിൻ്റെതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടാകും. ഓരോ ആളുകൾക്കും അവരവരുടെ മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കുന്ന രീതിയിൽ ഈശ്വരനെ ആരാധിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു നാടും കൂടിയാണ്. അപ്പൊ അതേക്കുറിച്ചൊന്നും പറഞ്ഞ ആളല്ല. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം തന്നെ പല ക്ഷേത്രങ്ങളിലും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് ഏത് ക്ഷേത്രമെന്നോ സ്ഥലമോ ഒന്നും ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ പലപ്പോഴും ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുന്നത് അല്ലെങ്കിൽ അമ്പലങ്ങളിലേക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മൈൻഡ് ചാർജ് ചെയ്യുന്ന, നമ്മുടെ മനസ്സിന് ഒരു പോസിറ്റീവ് എനർജി ചാർജ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലമായിട്ടാണ് എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫോണിലൊക്കെ ബാറ്ററി ലോ ആകുമ്പോൾ നമ്മൾ കുത്തിയിടും, ചാർജ് ചെയ്യാൻ വെക്കും അല്ലെ. അതുപോലെ നമുക്ക് എല്ലായ്പ്പോഴും നമ്മുടെ എനർജി ലെവല് ഒരേപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ നമുക്ക് നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും, ചിലപ്പോഴൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള എനർജികൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ആ നെഗറ്റീവ് എനർജിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പോസിറ്റീവ് എനർജി സ്വീകരിക്കപ്പെടുന്നതിന് അത്തരം സ്ഥലങ്ങളിൽ പോവുക തന്നെ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ശരിക്കും എന്താണ് ക്ഷേത്രങ്ങള്? ഇല്ലായ്മയിൽ നിന്നും, അതായത് നാശത്തിൽ നിന്നും ഉന്നതിയിലേക്ക്, അതായത് രക്ഷയിലേക്ക്, നാശത്തിൽ നിന്നും രക്ഷയിലേക്ക് നയിക്കുന്ന, പിടിച്ചുയർത്തുന്ന കേന്ദ്രങ്ങളാണ് ശരിക്കും ആരാധനാലയങ്ങളെല്ലാം. അതിപ്പോ ഞാനൊരു ഹിന്ദുമത വിശ്വാസി ആയതുകൊണ്ട് ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുന്നു എന്നേ ഉള്ളൂ. പക്ഷെ എല്ലാ ആരാധനാലയങ്ങളും ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പോ നാശത്തിൽ നിന്നെന്ന് പറഞ്ഞ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പോസിറ്റീവ് എനർജി എർത്ത് ചെയ്യപ്പെടുന്ന കേന്ദ്രങ്ങളാണ് ഈ പറയുന്ന ക്ഷേത്രങ്ങളെല്ലാം. ഓരോ ശ്രീകോവിലിനും ഓരോ പ്രതിഷ്ഠയും ഓരോ ബിംബവും അവിടെ രൂപം കൊള്ളുന്നതിന് ഇതുപോലുള്ള എനർജി കാര്യങ്ങളും കണക്കുകളും ശാസ്ത്രങ്ങളും ഒക്കെ നോക്കിക്കൊണ്ട് തന്നെയാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, ശബ്ദം നാമജപത്തിലൂടെ മാത്രം അല്ലെ. അപ്പൊ നമ്മൾ പോകുന്നു, ക്ഷേത്രത്തിൽ പോകുന്നു, മനഃശുദ്ധി ശരീരശുദ്ധി ഇതെല്ലാം വരുത്തി നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ശരീരശുദ്ധിയേക്കാൾ ഒരുപടി പ്രാധാന്യം കൂടുതലാണ് മനഃശുദ്ധിക്ക്. എന്തുകൊണ്ടാ? നമ്മൾ പോകുന്നത് തന്നെ ഒരു പോസിറ്റീവ് എനർജി സ്വീകരിക്കാനാണ് അല്ലെ. അപ്പൊ മനസ്സിൽ കുശുമ്പും കുന്നായ്മയും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ നിറച്ച് നമ്മളൊരു ക്ഷേത്രങ്ങളിൽ പോവുകയോ, അല്ലെങ്കിൽ ശത്രുവിനെ നിഗ്രഹിക്കണം, അല്ലെങ്കിൽ ശത്രുദോഷത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിലെ ശത്രു നമ്മുടെ ചിന്തകൾ തന്നെയാണ്. അതിനെ ഇല്ലായ്മ ചെയ്യണം ഭഗവാനെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മുടെ ശത്രു തൊട്ടയൽവക്കത്തെ വീട്ടിലെ ആരെങ്കിലോ അപ്പുറത്തെ വീട്ടിലെ ആരെങ്കിലോ ഒക്കെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നതും. എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് എന്ന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്.
ഓക്കെ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ മനഃശുദ്ധിയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, പ്രദക്ഷിണം വെക്കുന്നു. ഇനി പലപ്പോഴും നമ്മൾ രാവിലെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കില്ല പോവുക, അല്ലെ? എന്തുകൊണ്ടാ ഭക്ഷണം എല്ലാത്തിനും ഒരു ശാസ്ത്രീയമായ വശങ്ങളുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് പിന്നെ അവിടെ നിന്നും അതിനെ ദഹിപ്പിക്കാനുള്ള പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മുടെ അടുത്ത എനർജിയെ ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കാതെ തന്നെ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോകുന്നു. അമ്പലത്തിൽ പോയി നമ്മൾ പ്രദക്ഷിണമൊക്കെ വെച്ച്, അതായത് നാനാഭാഗത്തു നിന്നുമുള്ള ആ ഒരു എനർജി, നഗ്നപാതരായിട്ട് നടക്കുമ്പോൾ നമ്മുടെ കാൽപാദം വഴി ഈ എനർജി പെട്ടെന്ന് നമ്മളിലേക്ക് ഫ്ലോ ചെയ്യുകയും, നമ്മൾ പ്രദക്ഷിണത്തിന് ശേഷം നമ്മളൊരു തീർത്ഥം സേവിക്കും, അല്ലെ? ഈ തീർത്ഥം എന്ന് പറയുന്നത് ശുദ്ധജലത്തില്, അതായത് തുളസി തീർത്ഥം എന്നുള്ളൊരു സങ്കല്പത്തിലാണല്ലോ. ശുദ്ധജലം എന്ന് പറയുമ്പോൾ ജലം ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജിയെ ആഗിരണം ചെയ്യപ്പെടുന്ന ഒന്നാണ്. അതായത് നമ്മൾ വാട്ടർ മാനിഫെസ്റ്റേഷനിലൊക്കെ പറയുന്നുണ്ട് ജലത്തിന്റെ പവർ എന്താണ് നമ്മുടെ ശരീരത്തില്, മാജിക്കുകൾ തീർക്കുന്നതാണ് അത്രേ. അപ്പൊ മന്ത്രങ്ങൾ ചൊല്ലി ശുദ്ധമാക്കിയിരിക്കുന്ന ആ ഒരു ജലത്തിന് അത്രയും പവർ ഉണ്ട്. ആ പവറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സേവിക്കുന്നത്. അതിൽ തുളസി എന്ന് പറയുന്നത് ആന്റി ബാക്ടീരിയലുമാണ്. അപ്പൊ വിഷാംശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെയും നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെയും എല്ലാം നീക്കം ചെയ്യുന്നു എന്നുള്ളൊരു സങ്കല്പമാണ് നമ്മൾ രാവിലെ ഈ തുളസി തീർത്ഥം സേവിക്കുമ്പോൾ. പിന്നെ നമ്മൾ പോകുന്നു, നമ്മുടേതായ കാര്യങ്ങളൊക്കെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. ഇത്ര മാത്രമാണ് ശരിക്കും ഒരു ക്ഷേത്രത്തിന്റെ ധർമ്മം എനിക്ക് ഫീൽ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ പലപ്പോഴും ഓരോ ആളുകളുടെയും ഭയം എന്ന് പറയുന്നത് കടബാധ്യതയാകാം, ദുരിതങ്ങളാകാം, പലതരത്തിലുള്ളത്, രോഗങ്ങളാകാം. ഇങ്ങനെയുള്ള ഭയപ്പാടുകളെ വഴിപാടുകൾ കൊണ്ട് നീക്കം ചെയ്യാൻ പറ്റുമെന്നുള്ള ആളുകളുടെ വിശ്വാസം, ആ വിശ്വാസം എന്ന് പറയുന്നത് ഈ ഭയം ഉള്ളിലുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ഭയത്തെ മുതലെടുക്കുന്ന കുറെ വഴിപാട് കേന്ദ്രങ്ങളായി മാറുന്നുണ്ട് പല ക്ഷേത്രങ്ങളും എന്ന് എനിക്ക് ഫീൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വഴിപാട് കൗണ്ടറിൽ ചെല്ലുമ്പോൾ നമ്മൾ സാധാരണ കഴിക്കാറുള്ളത് എന്തൊക്കെയാണ്? അർച്ചന കഴിക്കും, അല്ലെ? പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വീട്ടുപേരും നാളും പേരും ഒക്കെ അവിടെ എഴുതി, മിക്കവാറും നാളും പേരുമായിരിക്കും, വീട്ടുപേര് തന്നെ കൊടുക്കാറില്ല. അങ്ങനെ കൊടുത്ത് നമ്മൾ അകത്ത് ചെന്ന് കഴിഞ്ഞ് നമ്മൾ ആ ചീട്ട് അവിടെ വെക്കുന്നു. കുറെ ചീട്ടുകൾ എടുത്ത് പൂജാരി അകത്തേക്ക് പോകുന്നു. ഉടനെ തന്നെ തിരിച്ചു വന്ന് നമുക്ക് ഈ പറയുന്ന പുഷ്പാഞ്ജലിയുടെ പ്രസാദം കയ്യിലേക്ക് തരികയും ചെയ്യുന്നുണ്ട്, അല്ലെ? ഇത് പറയുമ്പോൾ എനിക്ക് ഓൾറെഡി വലിയ ക്ഷേത്രങ്ങളിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 27 നാളിനും ഉള്ളത് കോമൺ ആയിട്ടുള്ള ഒരു അർച്ചന അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോണിൽ നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് നമ്മുടെ കൈകളിലേക്ക് എത്തണമെങ്കിൽ പിൻകോഡ്, നമ്മുടെ അഡ്രസ്സ്, ഇതിലേക്കാണ് യഥാർത്ഥത്തിൽ അത് എത്തിച്ചേരുക. അപ്പൊ വീട്ടുപേരും നാളും പേരും ചേർത്ത് ഒരു പൂജാരി അകത്തിരുന്ന് മൂലമന്ത്രം ഉരുവിട്ടുകൊണ്ട് ആ പൂ അർച്ചിച്ച് അതേ പൂ തന്നെ അതിൽ നിന്ന് എടുത്ത് നമുക്കൊരു ഇലയിൽ പ്രസാദവും ചേർത്ത് തരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്ന ആ ഒരു കർമ്മത്തിന്റെ ഫലം ആ വ്യക്തിയിലേക്ക് എത്തിച്ചേരുക. ഇതിപ്പോ ഒരു അശ്വതി നാളുകാർ ഉണ്ട് എങ്കിൽ കോമൺ ആയിട്ട് വരുന്ന, അന്ന് ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ അശ്വതി നാളുകാർക്കും കോമൺ ആയിട്ടുള്ളതാണ് അത്. ഒരു വ്യക്തിയിലേക്ക് എന്നുള്ള രീതിയിലേക്ക് അത് എത്തിപ്പെടുന്നില്ല. ഇതൊന്നും കുറ്റമല്ല, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമാണ്. ഇനി ഇതുപോലെ തന്നെ പല വഴിപാടുകളും കാര്യങ്ങളും ഉണ്ട്. ഇതിൽ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നെയ്യ്, അല്ലെങ്കിൽ ഇപ്പൊ നെയ്വിളക്ക് നടത്താനായിട്ടാണെങ്കിൽ നമ്മൾ നെയ്യ് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ നെയ്യായിട്ട് തന്നെയോ എണ്ണയായിട്ട്, ഞാൻ എണ്ണയുടെ കാര്യം തന്നെ പറയാം, എണ്ണ വഴിപാട് കൗണ്ടറിൽ നിന്ന് തന്നെ വാങ്ങിച്ച് തിരികെ നമ്മളത് സീല് പോലും പൊട്ടിക്കാതെ കൊണ്ടുവന്ന് അകത്ത് സൈഡിൽ വെക്കുന്നു. അങ്ങനെ വെക്കുന്ന എണ്ണ നമ്മള് ഭഗവാന് പിറകിലെ വിളക്കിൽ ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഇത് നേരെ സൈഡിലേക്ക്, ശ്രീകോവിലിന്റെ സൈഡിലേക്ക് എടുത്തു മാറ്റുന്നു. അത് കഴിഞ്ഞ് നട അടച്ചതിന് ശേഷം ഈ പറയുന്ന വന്നിട്ടുള്ള അന്നത്തെ ദിവസം വന്നിട്ടുള്ള എല്ലാ എണ്ണക്കുപ്പികളും അവിടുന്ന് നേരെ വീണ്ടും വഴിപാട് കൗണ്ടറിലേക്ക് എത്തുന്നു. അഗെയിൻ അടുത്ത ആള് വരുന്നു, വഴിപാട് കൗണ്ടറിൽ നിന്ന് ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്ന്, അപ്പൊ ഞാൻ വിചാരിച്ചു ഈ എണ്ണ നമ്മൾ തന്നെ ഒഴിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് വിചാരിച്ചു നമ്മൾ കയറി വരുമ്പോഴുള്ള ആ ഒരു വിളക്കില് കുറച്ച് അത് പൊട്ടിച്ച് ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വന്നിട്ട്, അവിടെ കഴകത്തിലുള്ളതാണ്, അവർ വന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ ഒഴിക്കാൻ പാടില്ല,
ഇതകത്തേക്ക് കൊടുക്കാനുള്ളതാണ്, ഇത് അവിടെ വെക്കാനേ പാടുള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ ഈ കൊടുക്കുന്ന എണ്ണ അകത്ത് ഒഴിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് വിളക്ക് നിറഞ്ഞ് ഇരിക്കുകയല്ലേ, അത് പിന്നീട് ഒഴിച്ചോളും, അവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ ചെയ്യുമ്പോൾ, അതായത് നമുക്ക് ഒഴിക്കാനുള്ളതല്ല, അകത്ത് പൂജാരിക്ക് അത് ഒഴിക്കാനുള്ളത് മാത്രമാണ്. അപ്പൊ എന്താണ് സവർണരും അവർണരും അല്ലെങ്കിൽ ശുദ്ധത എന്ന് പറയുന്നതൊക്കെയും മനുഷ്യർക്കേ ഉള്ളൂ, അത് ഈശ്വരന്മാർക്ക് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒഴിച്ച ഒരു എണ്ണ ആ വിളക്കിലുണ്ട് എങ്കിൽ അത് ഭഗവാൻ സ്വീകരിച്ച് കഴിഞ്ഞു എന്നൊരു വിശ്വാസത്തിൽ ആണ് ഞാൻ ഇരിക്കുന്നത്, അല്ലെ. അത് വേറൊരാൾ ഒഴിച്ചാൽ മാത്രമേ അത് ഭഗവാൻ സ്വീകരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോട് ചിലപ്പോൾ യോജിക്കാൻ സാധിച്ചു എന്ന് വരില്ല. ഇതുപോലെയാണ് പല കാര്യങ്ങളും. എത്രയോ ക്ഷേത്രങ്ങളിൽ ഇതുപോലെ തന്നെ കൊടുക്കുന്ന നോട്ടിന്റെ എണ്ണം നോക്കിക്കൊണ്ട് അവരോട് കൂടുതൽ സംസാരിക്കുകയും, ഒരു വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീ വന്ന് കാത്തു നിൽക്കുകയാണ് തിരുമേനിയെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട്. അവരെ ഗൗനിക്കുക പോലും ചെയ്യാതെ തൊട്ടപ്പുറയുള്ള ആളുകള് 500-ന്റെയും 200-ന്റെയും ഒക്കെ നോട്ട് ദക്ഷിണ കൊടുക്കുന്ന ആളുകൾക്കാണ് മറുപടി കൊടുക്കുന്നതെല്ലാം. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും, ഇതിലെവിടെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ആ ഈശ്വരൻ ആ വൃദ്ധയായ സ്ത്രീയിലായിരിക്കും കുടികൊള്ളുന്നത്, പരീക്ഷിക്കുകയായിരിക്കാം ചിലപ്പോ, അല്ലെ. ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോകും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആത്മാവിൽ തന്നെയാണ്. നമ്മുടെ ആത്മാവ് തന്നെയാണ് ഈശ്വരൻ. നമ്മുടെ ശരീരം എന്ന് പറയുന്നതിനെ ഒരു ക്ഷേത്രം പോലെ നമ്മൾ പരിപാലിക്കുക, മാലിന്യങ്ങൾ ഇല്ലാതെയാക്കുക, അഴുക്ക് ചിന്തകൾ ഇല്ലാതെയാക്കുക, നല്ല ചിന്താഗതികളും നല്ല പ്രവൃത്തികളും കൊണ്ട് നമ്മുടെ ശരീരം തന്നെ ഒരു ക്ഷേത്രമാക്കി മാറ്റുക. അതിനുള്ളിലുള്ള മനസ്സെന്ന് പറയുന്നതാണ് അവിടുത്തെ പ്രതിഷ്ഠ. അതാണ് ദൈവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ക്ഷേത്രങ്ങളിൽ പോവുക, തൊഴുക, പ്രാർത്ഥിക്കുക. എന്തിനാണ് ദൈവങ്ങൾക്ക് പണം? ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എണ്ണാതെ ദ്രവ്യമെന്ന് പറയും. നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് കുറച്ച് നാണയങ്ങളോ ഈവൻ ഇനി നോട്ടുകളോ ആണെങ്കിലും എണ്ണാതെ നമ്മൾ ഒരു കൈപ്പിടി എടുക്കുന്നു, അത് നമ്മൾ കൊണ്ടുവന്ന് ഭഗവാന് സമർപ്പിക്കുന്നു. നമ്മുടെ വീട്ടിലുള്ള പുഷ്പങ്ങൾ അമ്പലത്തിലേക്ക് എടുക്കുന്നതാണെങ്കിൽ അത് അവിടെ കൊണ്ടുവന്ന് നമുക്ക് കൊടുക്കാം. മാല കെട്ടാൻ അറിയുന്നവരാണെങ്കിൽ ഭഗവാന് മാല ചാർത്താനായിട്ട് കൊണ്ടുവന്ന് സമർപ്പിക്കാം. ഇത്രയൊക്കെ ചെയ്താൽ പോരെ ശരിക്കും? എന്തിനാണ് നമ്മൾ മുമ്പിൽ വെച്ചിരിക്കുന്ന കാണിക്ക വഞ്ചിയിലേക്ക് ഇങ്ങനെ നോട്ടുകൾ വാരി എറിയുന്നത്? ഈ എറിയുന്ന നോട്ടുകൾ ഇപ്പൊ എവിടെ, ആരുടെ കൈകളിലാണ്? ഇതൊക്കെ ശരിക്കും ആ ഭഗവാന് തന്നെ ലഭിക്കുന്നുണ്ടോ ഇതെല്ലാം എന്നുള്ളതെല്ലാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. മലയാളികൾ ഇനിയും ചിന്തിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. ജ്യോതിഷത്തിന്റെ പേരിലും അമ്പലങ്ങളുടെ പേരിലും ആരാധനാലയങ്ങളുടെ പേരിലും എല്ലാം തട്ടിപ്പുകൾ നടത്തപ്പെടുന്നത് നമ്മുടെ മനസ്സിലെ അജ്ഞത, നമ്മുടെ മനസ്സിലെ ഭയത്തെ മുതലെടുത്തുകൊണ്ട് തന്നെയാണ്. അപ്പോ ആർക്കും എതിരായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ എന്താണ് ക്ഷേത്രമെന്നും അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഓരോ ആളുകളുടെയും വിശ്വാസമാണ്. അതിനെയൊന്നും ചോദ്യം ചെയ്യാൻ ഞാനൊന്നും ആരുമല്ല, ഞാൻ നല്ല. ഒരാൾക്കും ഒരാളുടെ വിശ്വാസത്തെയും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടായിരുന്നു ഞാൻ ആ ഒരു ടോപ്പിക്കൊന്നും സംസാരിക്കാതിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ അമ്പലങ്ങളിൽ പോവാറുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ പോകും. അങ്ങനെ പോകുമ്പോൾ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. മനസ്സ് വളരെ കൂളാകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങളുമായിട്ട് ഈ ഒരു കാര്യം സംസാരിക്കാമെന്ന് വിചാരിച്ചു. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ആരെയും വേദനിപ്പിക്കാനോ ആരെയും മുഷിപ്പിക്കാനോ വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല കേട്ടോ. ജസ്റ്റ് നമ്മുടെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുന്നൊന്ന് മാത്രമേ ഉള്ളൂ. ഇതിനോട് യോജിക്കുന്നവരുണ്ടാവാം, സ്വാഭാവികം. അങ്ങനെയല്ലേ അല്ലേ? നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ എല്ലാവർക്കും അതേ ആശയം തന്നെ ആവണമെന്നൊന്നുമില്ല. നമ്മുടെ ആശയങ്ങൾ എന്താണോ, നമ്മുടെ വിശ്വാസങ്ങൾ എന്താണോ അതിനെ തന്നെ മുറുകെ പിടിച്ചോളൂ. അങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ. എന്ത് തന്നെയായിരുന്നാലും ബേസിക്കലി ഇതൊന്നും അല്ല കാര്യം. സന്തോഷമായിരിക്കുക, നല്ല മനസ്സിനുടമകളായിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.